തിരുവനന്തപുരത്ത് വലിയൊരു അട്ടിമറി സംഭവിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിൽ അട്ടിമറി സംഭവിക്കുമെന്ന് ലോക് പോൾ സർവേ വളരെ ആധികാരികമായ സർവേയാണ്. തെറ്റിയിട്ടുമുണ്ട് അവർക്ക്. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചതും വ്യക്തമായ കണക്ക് നൽകിയതും ലോക് പോൾ സർവേയാണ്. എന്നാൽ ബീഹാറിലെത്തിയപ്പോൾ അവരുടെ സർവേ ഫലം തെറ്റി. ബീഹാറിൽ മഹാസഖ്യം അധികാരത്തിൽ വരുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ലോക് പോളിന്റെ സർവേ എപ്പോഴും ശ്രദ്ധേയമാണ്. നവംബർ 17 മുതൽ 28 വരെ തലസ്ഥാനത്ത് തമ്പടിച്ച് നടത്തിയ ലോക് പോൾ മെഗാ സർവേയിലാണ് തലസ്ഥാനത്ത് വമ്പൻ അട്ടിമറി സംഭവിക്കുമെന്ന സൂചന വന്നിരിക്കുന്നത്. ലോക് പോളിന്റെ സർവേ പ്രകാരം UDF തലസ്ഥാനത്തിൽ വലിയ കുതിപ്പ് നടത്തും. LDF നേരിയ മാർജിനിൽ അധികാരത്തിൽ വരും. നേരിയ ഭൂരിപക്ഷത്തിൽ LDF അധികാരത്തിൽ വരും. കോൺഗ്രസ് 2ാം സ്ഥാനത്തെത്തും. അതേസമയം BJP നേതൃത്വം നൽകുന്ന NDA തകർന്ന് തരിപ്പണമാകും. ഇതാണ് ലോക് പോൾ സർവേ പറയുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 51 സീറ്റായിരുന്നു LDF നേടിയിരുന്നത്. എന്നാൽ ലോക് പോൾ സർവേ പറയുന്നു അത്ര സീറ്റ് LDF ഇത്തവണ പിടിക്കില്ല. 41 മുതൽ 45 വരെ സീറ്റ് നേടാം LDF. UDF 39 മുതൽ 43 വരെ സീറ്റ് നേടാം. അതേസമയം NDA 18 മുതൽ 22 വരെ സീറ്റ് നേടാം. എന്തുകൊണ്ട് NDA തകർന്ന് തരിപ്പണമാകുന്നു എന്നതിനെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടും ലോക് പോൾ സർവേ നൽകുന്നുണ്ട്. ശ്രീലേഖയെ മേയർ സ്ഥാനത്ത് അവരോധിച്ചത് ശ്രീലേഖ മുൻ IPS-കാരിയായ ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് അവരോധിച്ചത് NDAക്ക് തിരിച്ചടിയാകുമെന്ന് ലോക് പോൾ സർവേ പറയുന്നു. മാത്രമല്ല BJPക്കുള്ള BJPക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാണ്. തിരുമല അനിലിന്റെയും ആനന്ദ് കെ തമ്പിയുടെയും അനന്തുവിന്റെയും ആത്മഹത്യ അത് BJPയെ പിറകോട്ട് അടിക്കും. അതിലൊക്കെ ഉപരിയാണ് BJP നേതാവും രാജീവ് ചന്ദ്രശേഖറിന്റെ വലങ്കൈയുമായ S സുരേഷ് പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിൽ നടത്തിയ അഴിമതി. അതും BJPക്ക് തിരിച്ചടിയായി മാറും. BJP ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന തിരുവനന്തപുരത്ത് BJP ദയനീയമായി 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന വ്യക്തമായ സൂചനയാണ് ലോക് പോൾ സർവേ നൽകുന്നത്. തിരുമല അനിലിന്റെയും ആനന്ദ് കെ തമ്പിയുടെയും അനന്തുവിന്റെയും ആത്മഹത്യ. അനന്തു പ്രകൃതി വിരുദ്ധ പീഡനത്തിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ ആനന്ദ് കെ തമ്പി സീറ്റ് കിട്ടാത്തതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തത്. തിരുമല അനിൽ തന്റെ സഹകരണ സംഘത്തിൽ നിന്ന് BJP നേതാക്കൾ ലോൺ എടുത്ത് മുങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മനം തകർന്നാണ് ആത്മഹത്യ ചെയ്തത്. മാത്രമല്ല ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് അവരോധിച്ചത് NSSന് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ ആകെ മൊത്തം BJP തകർന്ന് തരിപ്പണമാകും എന്നാണ് പറയുന്നത്. കോൺഗ്രസ് എന്തുകൊണ്ട് ഇത്രയും ശക്തമായ നിലയിൽ എത്തുന്നു എന്നതിനെ പറ്റിയും ലോക് പോൾ സർവേ പറയുന്നുണ്ട്. അതിൽ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി അവരോധിച്ചത് കോൺഗ്രസിന് വലിയ വിജയമായി എന്നാണ് ലോക് പോൾ സർവേ പറയുന്നത്. മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സ്ട്രോങ് ആണ്. ഒരു എതിർസ്വരവുമില്ലാതെ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതും അവർക്ക് മുൻതൂക്കം നൽകുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ പകുതിയോളം വാർഡുകളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നും ലോക് പോൾ സർവേ പറയുന്നുണ്ട്. മാത്രമല്ല UDF അതിവേഗം മുന്നേറും. UDFന് തിരിച്ചടിയാവുന്ന ഒരേ ഒരു ഘടകം എന്നുള്ളത് ലോക് പോൾ സർവേക്ക് ശേഷം വരുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസാണ്. ആ ഒരു ആരോപണം മാത്രമേ UDFന് തിരിച്ചടിയാകുന്നുള്ളൂ എന്നത് ശ്രദ്ധേയം. ലോക് പോൾ സർവേയിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോ ഈ ലോക് പോൾ സർവേ കഴിഞ്ഞതിന് ശേഷം ശക്തമായ രീതിയിൽ അത് പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും ലോക് പോൾ സർവേ വലിയ ഒരു തിരിച്ചടി BJPക്ക് പ്രഖ്യാപിക്കുന്നു. LDF എന്തുകൊണ്ട് പിന്നോക്കം പോകുന്നു എന്ന് അവർ പറയുന്നത് LDFന് മേയർ സ്ഥാനാർത്ഥി ആരാണെന്ന് ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. SP ദീപകിന്റെയൊക്കെ പേര് പറയുന്നുണ്ട്.
നിർത്തിയിട്ടുണ്ടെങ്കിലും മേയർ സ്ഥാനാർത്ഥി ആരാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു പ്രചരണം നടത്താൻ LDFന് കഴിഞ്ഞിട്ടില്ല. LDF ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെങ്കിലും മേയർ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ഒരു പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. മറുഭാഗത്ത് ശബരിനാഥനെ മുൻനിർത്തി കോൺഗ്രസ് മുന്നോട്ട് പോയത്, കോൺഗ്രസ് യുദ്ധത്തിനിറങ്ങിയത് അവർക്ക് വലിയ മൈലേജാണ് നൽകുന്നതെന്ന് ലോക് പോൾ സർവേ പറയുന്നു. ശബരിനാഥനെ മുൻനിർത്തി മേയറായി മുൻനിർത്തി യുദ്ധത്തിന് ഇറങ്ങിയതോടുകൂടി ലോക് പോൾ സർവേ പറയുന്നത് യുവാക്കളുടെ വോട്ട്, തിരുവനന്തപുരത്തെ യുവാക്കളുടെ വോട്ട് കോൺഗ്രസിന് ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ശബരിനാഥനെ പോലെയുള്ള ഒരു വലിയ നേതാവിനെ കോർപ്പറേഷൻ മേയറായി അവരോധിച്ചതിലൂടെ കോൺഗ്രസ് ശക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നടത്തുന്നത്. എന്തായാലും ലോക് പോൾ സർവേ BJPയെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന സർവേയാണ്. ലോക് പോൾ സർവേ പിഴച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ മാത്രമാണെന്നുള്ളതും ശ്രദ്ധേയം. അതിനു മുമ്പ് അവർ നടത്തിയ സർവേയൊക്കെ കറക്റ്റ് ആയിരുന്നു. ഹരിയാന സർവേ കറക്റ്റ് ആയിരുന്നു, മഹാരാഷ്ട്ര സർവേ കറക്റ്റ് ആയിരുന്നു. ഹരിയാനയിൽ BJP അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അവർ. അതേ കണക്ക് തന്നെ BJP അധികാരത്തിൽ വന്നു. മഹാരാഷ്ട്രയിൽ NDA അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. NDA അധികാരത്തിൽ വന്നു. എന്നാൽ ബീഹാറിൽ അവരുടെ പ്രവചനം തെറ്റി എന്നുള്ളത് ശ്രദ്ധേയമാണ്. ബീഹാറിൽ മഹാസഖ്യം അധികാരത്തിൽ വരുമെന്ന് ലോക് പോൾ സർവേ പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് സർവേകൾക്കെല്ലാം വിരുദ്ധമായി ലോക് പോൾ സർവേ മാത്രമാണ്, ഈ ലോക് പോൾ സർവേ പോലെയുള്ള 2-3 സർവേകൾ മാത്രമാണ് ഈ മഹാസഖ്യം RJDയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമെന്ന്, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത്. പക്ഷെ ബീഹാറിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നില്ല. എന്തായാലും ലോക് പോൾ സർവേയെ തള്ളിക്കളയാൻ പറ്റില്ല. അവർ വളരെ കൃത്യമായി തമ്പടിച്ച് സർവേ നടത്തുന്ന ടീമാണ്. ഒരു സ്ഥലത്തിന്റെ, ഒരു നാടിന്റെ സ്പന്ദനം മനസ്സിലാക്കിയാണ് അവർ സർവേ നടത്തുന്നത്. ആ സർവേ ആണ് ഇപ്പോൾ BJP തകർന്നടിയുമെന്ന് പറയുന്നത്. ഈ സർവേയെ പറ്റി CPM-ഓ BJP-യോ കോൺഗ്രസോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഓൺലൈൻ മാധ്യമങ്ങൾ ഈ സർവേ പുറത്തുവിടുന്നുണ്ട്, മത്സരിച്ച് തന്നെ പുറത്തുവിടുന്നുണ്ട്. ലോക് പോൾ സർവേ പുറത്തു വന്നതോടുകൂടി 3 മുന്നണികളും കരുതൽ എടുക്കുകയാണ്. CPM-നും വലിയൊരു തകർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ലോക് പോൾ സർവേ പറയുന്നത്. LDF-നും വലിയൊരു തകർച്ചയുണ്ടാകും. അവർക്ക് 51 സീറ്റൊന്നും നേടാൻ കഴിയില്ല. അവർ അങ്ങേയറ്റം 41 മുതൽ 45 വരെ സീറ്റുകൾ നേടി ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. മറ്റൊരു കാര്യം ലോക് പോൾ സർവേ പറയുന്നത് 2 സ്വതന്ത്രർ തിരുവനന്തപുരം നഗരത്തിൽ വിജയിക്കും എന്നുള്ളതാണ്. അത് ഏത് വാർഡാണെന്ന് അവർ പറയുന്നില്ല. എന്തായാലും 2 സ്വതന്ത്രർ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വിജയിക്കുമെന്ന് പറയുന്നു. തൂക്ക് സഭ അധികാരത്തിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ലോക് പോൾ സർവേ പറയുന്നത്. കാരണം കോൺഗ്രസ് അത്രയേറെ മുന്നേറും, ഇഞ്ചോടിഞ്ച് LDF-മായി ഫൈറ്റ് ചെയ്ത് കോൺഗ്രസ് നിൽക്കും എന്നാണ് അവരുടെ സർവേ പറയുന്നത്. 2 സ്വതന്ത്രർ വിജയിക്കുമെന്ന് പറയുന്നു. ആ 2 സ്വതന്ത്രർ ആരാണെന്ന് പറയുന്നില്ലെങ്കിലും വളരെ ശക്തമായ മത്സരം നടക്കുന്നത് ഒന്ന് കണ്ണമ്മൂലയിലാണ്. കണ്ണമ്മൂലയിൽ സ്വതന്ത്രൻ രാധാകൃഷ്ണൻ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. പ്രസ് ക്ലബിന്റെ മുൻ ഭാരവാഹിയൊക്കെ ആയിരുന്നു രാധാകൃഷ്ണനാണോ വിജയം ലോക് പോൾ സർവേ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അയാൾ നല്ല പ്രചരണം നടത്തുന്നുണ്ട്. മറ്റ് ഒരു സ്വതന്ത്രന് എവിടെയാണ് ഒരു സ്വതന്ത്രനുള്ളതെന്ന് അറിയില്ല. എന്തായാലും ഈ 2 സ്വതന്ത്രന്മാർ വിജയിച്ച് വരാനുള്ള സാധ്യത ലോക് പോൾ സർവേയിൽ പറയുന്നുണ്ട്. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ മുന്നേറ്റം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, ആറ്റിങ്ങൽ, കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തിയിരുന്നു. അത് ഇത്തവണ ആവർത്തിക്കില്ല. BJP തകർന്ന് തരിപ്പണമാകും എന്ന് തന്നെയാണ് സർവേ പറയുന്നത്. അത് BJPക്ക് വലിയൊരു തിരിച്ചടിയാണ്. BJP വലിയ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. BJP തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വന്നാൽ നരേന്ദ്രമോദിയെ അവർ 45-ാം ദിവസം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. മാത്രമല്ല ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം വമ്പൻ വാഗ്ദാനങ്ങൾ നരേന്ദ്രമോദി വന്ന് തിരുവനന്തപുരത്തിന്റെ വികസനത്തെ കുറിച്ച് പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഒളിമ്പിക്സ് തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവന്ന് തിരുവനന്തപുരം നഗരത്തെ ലോകോത്തര നഗരമാക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും
എന്തുകൊണ്ട് BJP ബാക്കിൽ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലെ ക്രമക്കേട്, അത് സുരേഷിന്റെ നേതൃത്വത്തിൽ നടന്ന കോടികളുടെ തീവട്ടിക്കൊള്ള, അതും പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ BJPക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര കലഹങ്ങളും ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് അവരോധിച്ചുകൊണ്ടുള്ള BJPയുടെ പ്രവർത്തനവും BJPക്ക് തിരിച്ചടിയാകും എന്നാണ് ലോക് പോൾ സർവേ പറയുന്നത്. എന്തായാലും നവംബർ 17 മുതൽ 18 വരെയാണ് ലോക് പോൾ ഇവിടെ തിരുവനന്തപുരത്ത് എത്തി സർവേ നടത്തിയത്. ഈ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽ, ഈ തിരുവനന്തപുരത്ത് മാത്രമാണ് തീപാറുന്ന ഇലക്ഷൻ നടക്കുന്നത്. അതിൽ പൊളിറ്റിക്സ് കേരളയും ഭാഗമായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, ഞങ്ങൾ സ്ഥാനാർത്ഥികളെ കണ്ട് അവർക്ക് അവരുടെ ഇന്റർവ്യൂകൾ, എക്സ്ക്ലൂസീവായിട്ടുള്ള ഇന്റർവ്യൂകൾ ഞങ്ങൾ വിട്ടിരുന്നു. ഞങ്ങളുടെ താഴെയുള്ള വീഡിയോകൾ നോക്കുന്നവർക്ക് അത് മനസ്സിലാകും. തിരുവനന്തപുരത്ത് വല്ലാത്തൊരു മത്സരമാണ് നടക്കുന്നത്. തിരുവനന്തപുരം തിരഞ്ഞെടുപ്പിന്റെ ജ്വരത്തിലാണെന്ന് പറയാം. തിരുവനന്തപുരത്ത് പൊതുവെ തണുപ്പാണ്, ശീതകാലമാണ്, മഞ്ഞാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ചൂട്, യഥാർത്ഥ ചൂട് അനുഭവപ്പെടണമെങ്കിൽ തിരുവനന്തപുരത്ത് വരണം എന്ന് തന്നെയാണ് മറ്റ് ജില്ലകളിലുള്ളവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്ര ശക്തമായ ഒരു ത്രികോണ പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ആവേശജനമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ആ പോരാട്ടത്തെ കുറിച്ചുള്ള ലോക് പോൾ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോക് പോൾ സർവേ അനുസരിച്ച് LDFന് 41 മുതൽ 45 വരെ സീറ്റ്, UDFന് 39 മുതൽ 43 വരെ സീറ്റ്, BJPക്ക് 18 മുതൽ 22 വരെ സീറ്റ്. BJP നിരാശപ്പെടേണ്ടി വരും. കഴിഞ്ഞ 2 തവണയായി പ്രതിപക്ഷത്തായിരുന്ന BJP ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ്. അതിനായി അവർ ഗ്ലാമർ താരങ്ങളെ ഇറക്കിയിട്ടുണ്ട്. ശ്രീലേഖ IPS ഇറക്കിയിട്ടുണ്ട്, പത്നി തോമസിനെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ BB രാജേഷ്, അവരുടെ മുൻ ജില്ലാ അധ്യക്ഷനായ BB രാജേഷിനെ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി കളം നിറഞ്ഞ് കളിക്കുമ്പോഴും BJPക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. മറുവശത്ത് കോൺഗ്രസ് രാഷ്ട്രീയമായി ശബരിനാഥനെ ഇറക്കിക്കൊണ്ട് BJPക്ക് ചെക്ക് വെച്ചിരിക്കുന്നു. 2ാം സ്ഥാനത്ത് കോൺഗ്രസ് എത്തും എന്ന് ലോക് പോൾ സർവേ പറയുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ വലിയൊരു അട്ടിമറി സംഭവിക്കും. പൊതുവെ തിരുവനന്തപുരം അട്ടിമറിയുടെ കേന്ദ്രമാണ്. പലപ്പോഴും അട്ടിമറികൾ സംഭവിക്കാറുണ്ട് തിരുവനന്തപുരത്ത്. അത്തരം അട്ടിമറി ഇത്തവണയും സംഭവിക്കും എന്ന് തന്നെയാണ് ലോക് പോൾ സർവേ പറയുന്നത്.